ഇത് SKSSF-ൻ പുണ്യപടയണി, ഐസത്തോടെ സമസ്തതൻ സത്യപൂവനി. ഇത് SKSSF-ൻ പുണ്യപടയണി, ഐസത്തോടെ സമസ്തതൻ സത്യപൂവനി. ആരിഫീങ്ങൾ ആഹുതിയിൽ തീർത്ത നേർവഴി, ആരിലും തെല്ലും രാജിയില്ലാത്തീകനി. ആരിഫീങ്ങൾ ആഹുതിയിൽ തീർത്ത നേർവഴി, ആരിലും തെല്ലും രാജിയില്ലാത്തീകനി. ഇത് SKSSF-ൻ പുണ്യപടയണി, ഐസത്തോടെ സമസ്തതൻ സത്യപൂവനി. സരസിതവനിൽ സുകൃതം കാട്ടി സ്വാർത്ഥികൾ നയിക്കുന്ന സംഗമിതാ. സത്യമതത്തിനുത്തമ വഴിയിൽ സച്ചിതനായൊരു സംഗമിതാ. സരസിതവനിൽ സുകൃതം കാട്ടി സ്വാർത്ഥികൾ നയിക്കുന്ന സംഗമിതാ. സുന്ദര സുരബില സാന്ത്വന തീരം സദനം പാണക്കാടിൻ താരം. സുന്ദര സുരബില സാന്ത്വന തീരം സദനം പാണക്കാടിൻ താരം. നയിക്കുന്ന സ്ഥാനമിതാ SKSSF-ൻ സംഗമിതാ. സത്യമതത്തിനുത്തമ വഴിയിൽ സച്ചിതരായൊരു സംഗമിതാ. സരസിതവനിൽ സുകൃതം കാട്ടി സാർത്ഥികൾ നയിക്കുന്ന സംഗമിതാ. മുഞ്ചിൽ വിരിഞ്ഞൊരു അസർമുല്ലായ നെഞ്ചിൽ വിരിഞ്ഞില്ലേ. മഞ്ചിമ മുഞ്ചിൽ കഞ്ചകപ്പൂവായി മണ്ണിൽ വിരിഞ്ഞില്ലേ. മുഞ്ചിൽ വിരിഞ്ഞൊരു അസർമുല്ലായ നെഞ്ചിൽ വിരിഞ്ഞില്ലേ. മഞ്ചിമ മുഞ്ചിൽ കഞ്ചകപ്പൂവായി മണ്ണിൽ വിരിഞ്ഞില്ലേ. മൂവർണ്ണക്കൊടി കൈകളിലായി മാനവ വിപ്ലവം തീർത്തിടലായി. മൂവർണ്ണക്കൊടി കൈകളിലായി മാനവ വിപ്ലവം തീർത്തിടലായി. മാനസ പൂങ്കനി മധുവായി വിടരും മഹത്വമി സംഗമിൽ സിന്ദാബാദ്. മഹത്വമി സംഗമിൽ സിന്ദാബാദ്. സത്യമതത്തിനുത്തമ വഴിയിൽ സച്ചിതരായൊരു സംഗമിതാ. സരസിതവനിൽ സുകൃതം കാട്ടി സാർത്ഥികൾ നയിക്കുന്ന സംഗമിതാ. സത്യസമത്വം നീതിയും കാട്ടി പൊൻപ്രഭ വീശിയിലേ. സത്യസമസ്ത തണലിലായി നേർവഴി കാട്ടിയിലേ. സത്യസമത്വം നീതിയും കാട്ടി പൊൻപ്രഭ വീശിയിലേ. സത്യസമസ്ത തണലിലായി നേർവഴി കാട്ടിയിലേ. സേവന വീതിയിൽ കർമ്മിതമായി സമ്പൂർണ്ണ വിനയം സുസ്ഥിരമായി. സേവന വീതിയിൽ കർമ്മിതമായി സമ്പൂർണ്ണ വിനയം സുസ്ഥിരമായി. സാഗര ജ്ഞാനമിൽ പണ്ഡിതർ തീർത്തൊരു SKSSF സിന്ദാബാദ്. SKSSF സിന്ദാബാദ്. സത്യമതത്തിനുത്തമ വഴിയിൽ സച്ചിതരായൊരു സംഗമിതാ. സരസിതവനിൽ സുകൃതം കാട്ടി സ്വാർത്ഥികൾ നയിക്കുന്ന സംഗമിതാ. സത്യമതത്തിനുത്തമ വഴിയിൽ സച്ചിതനായൊരു സംഗമിതാ. ഖിറാഅത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നുള്ള ആസിം തജ്ദീൻ എന്ന വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى.
علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى صدق الله العظيم. സദസ്സിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ വന്ദരായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളവർകളെ അബുദാബി SKSSFൻ്റെ സർഗലയം 2023 ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അബുദാബി ഇസ്ലാമിക് സെൻറ്ററിൻ്റെ അഭിവന്ദനായ അധ്യക്ഷൻ പി ബാവ ഹാജി സാഹിബ് അനുഗ്രഹ ഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സയ്യിദ് ഷുഹൈബ് തങ്ങൾ, നാഷണൽ SKSSFൻ്റെ നിരീക്ഷകൻ ജലീൽ എടക്കുളം സാഹിബ്, അബുദാബി സുന്നി സെൻറ്ററിൻ്റെ ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി അബ്ദുൽ കബീർ ഹുദവി, അസീസ് മുസ്ലിയാർ, അഷ്റഫ് ആജി, സ്വാഗത സംഘം ചെയർമാൻ മൻസൂർ മൂപ്പൻ, കൺവീനർ സയ്യിദ് അലവി ഹുദവി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ വഹാബ് ഹുദവി, മറ്റു നേതാക്കളെ, സഹപ്രവർത്തകരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അബുദാബി സ്റ്റേറ്റ് SKSSF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 2023 സർഗലയം പരിപാടികളിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സ്വാഗത ഭാഷണം വളരെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലത്തെ സാഹചര്യങ്ങൾ മൂലം, ഇന്നലത്തെ പരിപാടിയൊക്കെ വൈകിയത് മൂലം നമ്മുടെ പരിപാടിയും തുടങ്ങുന്നതിന് അല്പം വൈകിയിട്ടുണ്ട്. നമ്മുടെ നേതാക്കളൊക്കെ നേരത്തെ എത്തിച്ചേർന്നിരുന്നു. അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. പ്രവാസ ലോകത്തെ കേരളീയ സമൂഹത്തിനിടയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന UAE SKSSF നാഷണൽ കമ്മിറ്റിയുടെ കീഴിലാണ് സർഗലയം 2023 പരിപാടികൾ നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി അബുദാബിയിലും 8 ജില്ലാ കമ്മിറ്റികൾ, അവർക്ക് കീഴിലുള്ള ഏരിയ കമ്മിറ്റികൾ അവരുടെയൊക്കെ മത്സര ഇനങ്ങൾ പൂർത്തിയാക്കുകയും മത്സര പരിപാടികൾ പൂർത്തിയാക്കുകയും നവംബർ 27, 28, 29 തീയതികളിൽ നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് തന്നെ ഓഫ് സ്റ്റേജ് മത്സരങ്ങളും അതിൻ്റെ സമാപനം എന്നോണം ഇന്ന് അൽഹംദുലില്ലാ ഇവിടെ സ്റ്റേജ് മത്സരങ്ങളും നടക്കുകയാണ്. കൂടാതെ വനിതകൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്കും വേണ്ടി പ്രത്യേകമായ രചനാ മത്സരങ്ങളും നടന്നു വരുന്നുണ്ട്. ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ വന്നിരായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളെ ആദരപൂർവ്വം അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പി ബാവ ഹാജി സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള SKSSFൻ്റെ UAE നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വന്നിരായ സയ്യിദ് ഷുഹൈബ് തങ്ങൾ, അതുപോലെ തന്നെ ജലീൽ എടക്കുളം, ദുബായ് SKSSF ജനറൽ സെക്രട്ടറി സയ്യിദ് തളിപ്പറമ്പ്, അതുപോലെ തന്നെ അബുദാബി സുന്നി സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുൽ കബീർ ഹുദവി, ഭാരവാഹികളായ അസീസ് മുസ്ലിയാർ, അഷ്റഫ് ഹാജി, മൻസൂർ മൂപ്പൻ, സയ്യിദ് അലവി ഹുദവി, അബ്ദുൽ വഹാബ് ഹുദവി,
അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്റ്റേറ്റ് SKSFൻ്റെയും അബുദാബി സുന്നി സെൻറ്ററിൻ്റെയും നേതാക്കൾ, വിവിധ ജില്ലാ കമ്മിറ്റികളെ നേതൃത്വം നൽകുന്ന അതിൻ്റെ മാനേജർമാർ, സ്റ്റേജ് മാനേജർമാർ, വളണ്ടിയർമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മത്സരാർത്ഥികൾ, മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഹൃദ്യമായ സ്വാഗതം നേർന്നുകൊണ്ട് ഒന്നിരായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളെ അധ്യക്ഷസ്ഥാനത്തേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ വർഷത്തെ സർഗലയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ പ്രസിഡന്റ് ഒന്നിരായ ബാവ ഹാജി അവർകൾ സംസാരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. SKSFൻ്റെ മുഖ്യ പ്രവർത്തകരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ പരിപാടിയെപ്പറ്റി എനിക്ക് യാതൊരു ഓർമ്മയുണ്ടായിരുന്നില്ല. രാവിലെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട് തങ്ങൾ പറഞ്ഞതും. എൻ്റെ ഓർമ്മ മുമ്പത്തമായിട്ടുള്ള ഓർമ്മയില്ല, ഓർമ്മ വളരെ കുറവാണ്. ഇപ്പോൾ പറഞ്ഞു തന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയും. എന്നിരുന്നാലും നിങ്ങളെല്ലാവരും എന്നെ ആദരപൂർവ്വം ക്ഷണിച്ചതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ നാളുകളായിട്ട് നാട്ടിലായിരുന്നു. എൻ്റെ സാഹചര്യങ്ങളും പിന്നെ ആരോഗ്യപരമായ കാരണങ്ങളാലും ഇങ്ങനെ നിന്ന് പോയതാണ്. കുറേ ദീർഘനാളുകളായി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാറില്ല. അതിൻ്റെ ഒരു കുറവ് ഇപ്പം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് നേരാവാൻ സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആരംഭം മുതൽ ഇന്നേ വരെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ് തന്നെ അൽഹംദുലില്ലാഹ് വളരെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. കുറഞ്ഞ നാളുകൾ ഇവിടെ നിന്നുകൊണ്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് വന്ന് ഞാൻ 50 വർഷം കഴിഞ്ഞിട്ടും 55 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ പോയിട്ടില്ല. അത്രത്തോളം നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ നമുക്ക് സൗകര്യവും സഹായങ്ങളും ലഭിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അല്ലാഹു തആല നമ്മൾക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകി ഇവിടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടിയെപ്പറ്റി എനിക്ക് ഇന്ന് രാവിലെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ താങ്കൾ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് ഓർമ്മയില്ല. എന്നിരുന്നാലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലങ്ങളിലും ഇത്തരം പരിപാടികളിൽ എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും. പ്രത്യേകമായിട്ട് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് ഒന്നും അറിയുന്നില്ല. എന്നിരുന്നാലും ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സമുദായത്തിനും നമ്മുടെ സമൂഹത്തിനും വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ പ്രവർത്തകന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതിനുള്ള സഹായങ്ങളെല്ലാവരും ഇതിൻ്റെ മെമ്പർമാരും സുഹൃത്തുക്കളും നൽകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ എന്നെക്കൊണ്ട് കഴിയുന്ന ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഏതവസരത്തിലും അതിനു വേണ്ടി നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് മോശമായതുകൊണ്ട് അതുകൊണ്ട് അതിനെല്ലാം നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി അബുദാബി സുന്നി സെൻറ്റർ പ്രസിഡന്റും സർഗലയം സ്വാഗത സംഘം ഉപദേശക സമിതി ചെയർമാനുമായ ഒന്നിരായ അബ്ദുറഹ്മാൻ തങ്ങളവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിനന്ദനായ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രസിഡന്റ് ബാവ ഹാജി, UAE SKSFൻ്റെ പ്രസിഡൻറ്റും ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ചീഫ് കോർഡിനേറ്ററുമായ സയ്യിദ് ഷുഹൈബ് തങ്ങൾ, അബുദാബി സുന്നി സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുൽ കബീർ ഹുദവി, UAE SKSFൻ്റെ നേതാക്കന്മാരായ ജലീൽ എടക്കുളം, സഹദ്, അതുപോലെ തന്നെ സുന്നി സെൻറ്ററിൻ്റെ
നേതാക്കന്മാരായ അസീസ് മുസ്ലിയാർ, അഷ്റഫ് ഹാജി, എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യത്യസ്ത ജില്ലകളെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള SKSSF-ൻ്റെയും സുന്നി സെൻറ്ററിൻ്റെയും ഒക്കെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സഹോദരന്മാർ, ജഡ്ജസ്, മറ്റ് വളണ്ടിയർമാരെ, അബുദാബി SKSF-നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 2019 സർഗലയം കഴിഞ്ഞതിന് ശേഷം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മറ്റൊരു സർഗലയത്തിൽ നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കോവിഡും അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളാലൊക്കെ നീണ്ടുപോയ സർഗലയം ഇന്ന് നടത്താൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ അവസരത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടുള്ള കടപ്പാടും അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഈ രാജ്യത്ത് നിന്ന് മൺമറഞ്ഞു പോയ ഷെയ്ഖ് മക്തൂം, അതുപോലെ തന്നെ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ, മറ്റ് ഭരണാധികാരികൾ, അവരോടുള്ള കടപ്പാട്, നന്ദി ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക്, ഒരു SKSF-കാരൻ എന്നുള്ള നിലക്ക്, ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം എന്നുള്ള നിലക്ക് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. മുഅ്മിനീങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്നാണ്. ആ നന്ദി ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടുവാനും ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലുമൊക്കെ ഭാഗമാക്കുവാനും നമുക്ക് അവസരം നൽകിയ ഇവിടുത്തെ ഭരണാധികാരികൾ, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തൂം, അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികൾ, അവരോടൊക്കെയുള്ള കടപ്പാട് ഇവിടെ അറിയിക്കുകയാണ്. അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഇവിടെ നേരത്തെ സ്വാഗത പ്രഭാഷണം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വളരെ വൈകിയാണ് ഈ ഹാള് നമുക്ക് ഒഴിഞ്ഞു കിട്ടിയത്. 12 മണിക്ക് ശേഷം ഏകദേശം 1 മണി 2 മണിയോട് കൂടിയാണ് ഒഴിഞ്ഞു കിട്ടിയത്. അതുകൊണ്ട് തന്നെ അനുബന്ധമായ ഒരുക്കങ്ങൾ നടത്താൻ നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് അരമണിക്കൂർ വൈകി, നമ്മുടെ നാട്ടിലൊക്കെ ട്രെയിൻ ഓടുന്നത് പോലെ വൈകി ഓടുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അള്ളാഹു സമയബന്ധിതമായി പരിപാടികളൊക്കെ പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ, ഇത്തരത്തിലുള്ള സർഗലയ മത്സരങ്ങളൊക്കെ അവരുടെ മനസ്സിന് സന്തോഷം, അവരുടെ മനസ്സിന് കുളിർമ കിട്ടുന്ന അവസരങ്ങളാണ്. പലപ്പോഴും നീണ്ട കാലയളവിൽ പ്രവാസ ലോകത്ത് ജീവിച്ച് നീറുന്ന മനസ്സുമായി, അതല്ലെങ്കിൽ പിടയുന്ന മനസ്സുമായി ജീവിക്കുന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ അവൻ്റെ മനസ്സിന് കുളിര് നൽകുവാൻ, അവൻ്റെ മനസ്സിന് സന്തോഷം നൽകുവാൻ അവസരം കിട്ടുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇതിൽ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഓർമ്മ വരുന്നത് ഇത്തരത്തിലുള്ള സർഗലയം പരിപാടികളിലൊക്കെ വളരെ സജീവമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, പല മത്സരങ്ങളിലും ഭാഗഭാക്കായ പല സുഹൃത്തുക്കളും നമ്മളെ കൂടെയില്ല. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ജോലിയിൽ, കച്ചവടത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ഷർറുകളെ തൊട്ടും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർക്ക് അള്ളാഹു ആഫിയത്തിൽ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. സമസ്തയുടെ ഇസ്സത്ത് അള്ളാഹു ഉയർത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുഗ്രഹ ഭാഷണത്തിന് വേണ്ടി UAE നാഷണൽ SKSSF പ്രസിഡന്റ് വന്യരായ ഷുഐബ് തങ്ങളവറുകളെ അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സമാദരണീയനായ വേദിയുടെ അധ്യക്ഷൻ, അബുദാബി സുന്നി സെൻറ്ററിൻ്റെ അമരക്കാരൻ സയ്യിദ് അബ്ദുറഹിമാൻ തങ്ങൾ, ഈ വേദിയെ ധന്യമാക്കി നമ്മോടൊപ്പം സംവദിക്കാൻ തൻ്റെ പ്രായാധിക്യവും അനാരോഗ്യവും വകവെക്കാതെ ഇന്നിൻ്റെ പ്രഭാതത്തിൽ തന്നെ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള അഭിവന്ദനായ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ അനുഗ്രഹീതനായ അധ്യക്ഷൻ ബാബ ഹാജി സാഹിബ്, വേദിയിലെ അഭിവന്ദന നേതാക്കൾ ബഹുമാനപ്പെട്ട കബീർ ഹുദവി, അസീസ് മുസ്ലിയാർ,
അഷ്റഫ് ഹാജി, ജലീൽ ഉടക്കളം, സയ്യിദ് തളിപ്പറമ്പ്, മറ്റു സദസ്സിലെ ധന്യരാക്കിയിട്ടുള്ള അഭിവന്യരായ സാദാത്യങ്ങൾ, പണ്ഡിതർ, നേതാക്കൾ, സഹപ്രവർത്തകർ, മത്സരത്തിൽ മാറ്റുരക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, വിധികർത്താക്കളെ, മറ്റു സഹപ്രവർത്തകരെ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ സമയബന്ധിതമായി നമുക്ക് പരിപാടികൾ നടക്കേണ്ടതുണ്ട്. വൈകിയോടുന്ന വണ്ടിയെ വേഗത കൂട്ടി അതിവേഗം ബഹുദൂരം എന്ന ആശയെ സമ്പന്നമാക്കി പരിപാടി പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അധിവസിക്കുന്ന ഈ രാജ്യത്തിൻ്റെ 52ാം ജന്മദിനം കടന്നു പോകുന്ന ഡിസംബറിൽ നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന രീതിയിലാണ് ഉദ്ഘാടന ഭാഷണത്തിൽ അഭിവന്ദനായ ബാവ ഹാജി സൂചിപ്പിച്ചത്. ഈ രാജ്യത്തിന് 52 55-ലും നമ്മോടൊപ്പം വളരെ ആരോഗ്യത്തോടെ കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കാൻ, നമുക്ക് വേണ്ട പിന്തുണയും പ്രോത്സാഹനം നൽകാൻ ബാവ ഹാജി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വേദിയിൽ എന്ന് പറയുമ്പോൾ ഒരു സമസ്തയുടെ SKSSFൻ്റെ പ്രവർത്തകന് അഭിമാനം തോന്നുന്ന സമയം. അള്ളാഹു പ്രിയപ്പെട്ട ബാവ ഹാജിക്കും അധിപന്യരായ നമ്മുടെ നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഇസ്സത്തോടെ നമ്മെ നയിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. 100 വയസ്സ് തികയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 35 വയസ്സിലേക്ക് കടക്കുന്ന, അതിൻ്റെ വിദ്യാർത്ഥി യുവജന വിഭാഗമാകുന്ന SKSSF അതിൻ്റെ വൈവിധ്യമാർന്ന പരിപാടികളിൽ ഏറെ ശ്രദ്ധേയമായ ജനകീയ പങ്കാളിത്തമുള്ള ഒരു മേഖലയാണ് സർഗലയ സമിതി നടത്തുന്ന സർഗലയം കലാസാഹിത്യ മത്സരം. നാട്ടിലേതുപോലെ തന്നെ 2 വർഷത്തിലൊരിക്കൽ അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് ജില്ലാതലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് UAEയുടെ 2 സംസ്ഥാനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി UAEയുടെ മറ്റ് എമിറേറ്റുകളിലെയും മത്സരങ്ങൾ പൂർത്തീകരിച്ച് ഇൻഷാ അല്ലാഹ് ജനുവരിയിൽ നാഷണൽ സർഗലയം ദുബൈയിൽ വെച്ച് നടക്കുകയാണ്. ഓരോ സർഗലയത്തിൻ്റെ വേദികളിലും കടന്നു ചെല്ലുമ്പോൾ കലയിലൂടെ സർഗവസന്തം പെയ്തിറങ്ങുന്ന വേദികൾ സമ്മാനിക്കുമ്പോൾ ആനന്ദത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും പിന്നണികളില്ലെങ്കിലും സർഗാത്മക കഴിവുകളുള്ള ആളുകളെ പരിപോഷിപ്പിക്കാൻ, അവരിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകൾക്ക് ഇടം നൽകാൻ പ്രവാസ ലോകത്ത് ഇത്രയും വ്യവസ്ഥാപിതമായി ഒരു കലാസാഹിത്യ മത്സരം മറ്റാർക്കും നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് SKSSFൻ്റെ സർഗലയം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ വർഷം മുതൽ സാഹിത്യരംഗത്ത് നമ്മുടെ സഹോദരിമാർക്കും മത്സരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും, കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ ധാർമ്മിക മൂല്യങ്ങളെയും സനാതന സംസ്കാരങ്ങളെയും നിലനിർത്തിക്കൊണ്ട് കലയെയും സാഹിത്യത്തെയും പരിപോഷിപ്പിക്കാൻ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകും എന്ന് തന്നെയാണ് ഈ സർഗലയത്തിലൂടെ SKSSFന് സമൂഹത്തോട് നൽകാനുള്ള സന്ദേശം.
ഇത്തരം വേദികളിലൂടെ ഉയർന്നു വരുന്ന നമ്മുടെ സഹോദരങ്ങളെ, അവരെ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഉന്നമനത്തിന് നന്മയുടെ വഴിയിലൂടെ അവരുടെ പ്രബോധന വേദിയിൽ സാമൂഹ്യമായ നന്മയ്ക്ക് വേണ്ടി അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ സാധ്യമാകണം. അതിനുള്ള പ്രോത്സാഹനങ്ങൾ, അതിനുള്ള പിന്തുണകൾ ഈ മത്സരങ്ങൾക്ക് ശേഷവും തുടർന്ന് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിനുള്ള എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനങ്ങളും വിജയകരമായ ഇസ്സത്തായ മുന്നേറ്റത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് UAE നാഷണൽ SKSF കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകങ്ങളും അബുദാബി സ്റ്റേറ്റ് SKSFൻ്റെ സർഗലയത്തിന് അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ എല്ലാവിധ പ്രാർത്ഥനയും ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ആഗോളതലത്തിലുള്ള പ്രതിസന്ധികളിലെ, പ്രയാസങ്ങളിലെ മോചനത്തിനും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അസ്തിത്വത്തിനും സുരക്ഷിതത്തിനും സമാധാനത്തിനും കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകാൻ പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ഉദ്ഘാടന സെഷൻ ഇവിടെ സമാപിക്കുകയാണ്.